നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. 36 ദിവസങ്ങൾ കൊണ്ട് 136 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ നടന്നത് ഒരു മഹാ അത്ഭുതമാണ്. പിണറായി വിജയൻ എന്ന ഇടത് മുഖ്യമന്ത്രി തൻ്റെ മന്ത്രിസഭയെ ഒന്നാകെ കൂട്ടി മഞ്ചേശ്വരത്തു നിന്ന് ജനങ്ങളെ നേരിട്ട് കണ്ടുവന്ന വിപ്ലവമാണത്. നവകേരള സദസ്സിലൂടെ കേരളത്തിൻ്റെ ശബ്ദമാണ് ഈ ദിവസങ്ങളിൽ നമ്മളൊക്കെ കേട്ടത്. കേരള മാതൃകയുടെ ബദൽ രാഷ്ട്രീയ പരിപാടികൾക്ക് എന്ത് രൂപം വേണമെന്ന് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കേരളത്തിന് പുറത്തും അന്താരാഷ്ട്ര തലത്തിലും ചർച്ചയായിരിക്കുന്നു. BJPക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രിയും കൂട്ടരും ആഞ്ഞടിക്കുമ്പോൾ സംഘപരിവാറിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കോൺഗ്രസും കൂട്ടരും ഇല്ലെന്നാണ് സദസ്സിലെ പ്രസംഗങ്ങൾ മുഴുവൻ പറയുന്നത്. 36 ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം അടിമുടി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ 8 വർഷം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി വിജയന് ജനങ്ങളുടെ സമ്മതി കൂടുന്നതിൻ്റെ അസഹിഷ്ണുതയും നമ്മൾ ഇതിനിടയിൽ കണ്ടു. തലസ്ഥാനത്ത് പ്രവേശിച്ചതു മുതൽ ഇന്ന് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ സമാപിച്ചതുവരെ നവകേരള സദസ്സിനെ അട്ടിമറിക്കാൻ കലാപ ആഹ്വാനങ്ങൾ, മുട്ടയിൽ കുരുമുളക് നിറച്ചുള്ള പ്രയോഗങ്ങൾ, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി ആത്മഹത്യാ ശ്രമങ്ങൾ, കരിങ്കൊടിക്ക് പകരം കറുത്ത വസ്ത്രങ്ങൾ ഉയർത്തി സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളി, ഇതൊക്കെ കേരളം കണ്ടു. സദസ്സിൻ്റെ സന്ദേശം ചർച്ചയാകാതിരിക്കാൻ കോൺഗ്രസിനൊപ്പം BJP യുവമോർച്ചക്കാരും ചേർന്നപ്പോൾ UDFിലെ പ്രമുഖ കക്ഷികൾ പിന്തിരിഞ്ഞു നിന്നു. ജനം ശ്രദ്ധിച്ചത് എന്താണ്? നവകേരള സദസ്സോ സംഘർഷമോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ JS ഷിജു ഖാൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഇടത് നിരീക്ഷകൻ ഡോക്ടർ KP പ്രേംകുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ ഷിജു ഖാൻ, നിമിഷങ്ങളായിട്ടേ ഉള്ളൂ നവകേരള സദസ്സ് പൂർത്തിയായിട്ട്. എന്താണ് നവകേരള സദസ്സ് വിജയം എന്ന് പറയുന്നതിന് LDF കാണുന്ന അടിസ്ഥാനം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ നവകേരള സദസ്സ് എല്ലാ അർത്ഥത്തിലും വിജയകരമായി കേരളീയ സമൂഹം ഏറ്റെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുക എന്നത് ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്ന നിലയിലേക്ക് ഇത് കേരളം ഏറ്റെടുക്കുകയാണുണ്ടായത്. കക്ഷി രാഷ്ട്രീയ പരിമിതികൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും നവകേരള സദസ്സിൻ്റെ ഭാഗമായി മാറുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരളത്തിലെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ സഞ്ചരിച്ചു, ജനങ്ങളോട് സംവദിച്ചു എന്നതിനും അപ്പുറത്തേക്ക് വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും അതിൻ്റെ ഏറ്റവും അടിത്തട്ട് വരെയുള്ള വിലയിരുത്തലിനുകൂടി ഒരു അവസരവും സാഹചര്യവും ഉണ്ടായി എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ജനങ്ങളുടെ നിവേദനങ്ങൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അടിസ്ഥാനപരമായ അവരിനിയും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ഇതിനോടൊക്കെ ഏറ്റവും ക്രിയാത്മകമായി പ്രതികരിക്കുന്ന ഒരു ഗവൺമെൻറ് ആണ് കേരളത്തിലുള്ളത് എന്ന് വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും അവിടെ എത്തുന്ന നിവേദനങ്ങൾക്ക് കൃത്യമായ സമയം നൽകിക്കൊണ്ട് അത് പരിഹരിക്കാനാവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധങ്ങളായ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിൻ്റെ ലക്ഷ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആരംഭിച്ച ദിവസം മുതൽ ഇന്ന് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അത് എത്തിച്ചേർന്നിരിക്കുന്ന സന്ദർഭം വരെ ഏത് ഘട്ടം പരിശോധിച്ചാലും കേരളത്തിലെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലെ തന്നെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ
മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു വിമർശനത്തെ ജനം സ്വീകരിച്ചു എന്ന് നമുക്കൊരു ഘട്ടത്തിലും പറയാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, ചിലയിടങ്ങളിലൊക്കെ നടന്ന ഈ കരിങ്കൊടി പ്രതിഷേധം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട നിലയിൽ നടത്തിയിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ, പിന്നെ സംഘർഷം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ശ്രമങ്ങൾ, ഇതിനെ വളരെ സംയമനപൂർവ്വം ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെ നേരിടുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അതിനെ സംയമനപൂർവ്വം നേരിടുകയുണ്ടായി. അപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും കലാപാന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ച കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകളെ അടക്കം ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതുകൂടി പ്രത്യേകമായിട്ട് നാം ഇവിടെ കാണേണ്ടതുണ്ട്. KSUവും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റെ കലാപ ആഹ്വാനങ്ങളും എല്ലാം ചേർന്ന് വലിയ ഒരു കലാപമാണ് യഥാർത്ഥത്തിൽ പിന്നെ കോൺഗ്രസ് വിഭാവന ചെയ്തതെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇത്തരം നീക്കങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ നവകേരള സദസ്സിൻ്റെ വിജയത്തെ മുൻനിർത്തി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഡോക്ടർ ഷിജു ഖാൻ, ഈ യൂത്ത് കോൺഗ്രസ്, KSU എന്നതൊക്കെ ഈ നവകേരള സദസ്സിന് തൊട്ട് മുൻപ് വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഒന്ന് ഉണർന്ന് ഒരു രൂപത്തിലേക്കായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു നേതാക്കളുടെ മാത്രം ചില പ്രകടനങ്ങൾ, ഇന്നലെ ചർച്ചയിൽ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയത് ഒരു പെർഫോമൻസ് ആണ് നടക്കുന്നത് എന്നാണ്, അത് മാത്രമാണെന്ന് കാണുന്നുണ്ടോ? ഇപ്പോൾ ഏത് പിന്നെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും സ്വതന്ത്രമായോ അല്ലെങ്കിൽ ജനാധിപത്യപരമായോ ഒരു അഭിപ്രായമോ അവരുടെ പിന്നെ സമരങ്ങളോ ഒന്നും പിന്നെ ജനാധിപത്യ സമൂഹത്തിൽ പിന്നെ അതൊന്നും പാടില്ല എന്നൊരു അഭിപ്രായമൊന്നും നമുക്കാർക്കും ഇല്ല. പക്ഷേ എന്തിനാണ് യൂത്ത് കോൺഗ്രസും KSUവും ഈ നവകേരള സദസ്സിൻ്റെ പശ്ചാത്തലത്തിൽ സമരരംഗത്തേക്ക് കടന്നു വരുന്നത്? എന്താണതിന് കാരണം? എന്താണ് അവരുടെ വിമർശനം എന്താണ്? ഈ നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് വട്ടിയൂർക്കാവിലെത്തിയിട്ടും ഇതുവരെയും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെയോ KSUവിൻ്റെയോ നേതാക്കന്മാർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഞങ്ങളുടെ വിമർശനം, എന്താണ് ഞങ്ങൾക്കിതിനോടുള്ള പിന്നെ എതിർപ്പ്, എന്തുകൊണ്ടാണ് ഇത് പറയണം? ഇതൊരിടത്തും ഇവർ പറയുന്നില്ല. രണ്ട്, നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെയും അവരുടെ ഭാഗമായി നിൽക്കുന്നവരെയും വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല ശ്രീ ലാൽ, ഇപ്പോൾ ഞാൻ വരുന്ന നെടുമങ്ങാടാണ്. നെടുമങ്ങാട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലവിലുള്ള മെമ്പറായിട്ടുള്ള ശ്രീ ബിനു, അദ്ദേഹം നെടുമങ്ങാട് നഗരസഭയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ആറ്റിങ്ങലിലെ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പേർ കടന്നു വരികയാണ്. UDFിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ, ജില്ലയുടെ പ്രധാനപ്പെട്ട ആളുകൾ ഇത് കടന്നു വരികയാണ്. കാരണം ഇത് സംഘടിപ്പിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ജനങ്ങളുടെ മുഴുവൻ പിന്നെ സർക്കാരാണ് കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മുളക് പൊടി പ്രതിഷേധവും അതോടൊപ്പം പിന്നീട് മറ്റായുധങ്ങളുമായൊക്കെ കടന്നു വന്ന് നടത്തിയിട്ടുള്ള പലയിടങ്ങളിലും നടത്താൻ ശ്രമിച്ച ആക്രമണത്തിൻ്റെ പശ്ചാത്തലവും ഇതെല്ലാം നമ്മൾ കാണണം. യൂത്ത് കോൺഗ്രസ് വാസ്തവത്തിൽ ഒരു യുവജന സംഘടന എന്നതിൽ നിന്ന് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ അനുഭവങ്ങൾ അടക്കം തെളിയിക്കുന്നത്. ഇത് സമരമല്ല ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ആറ്റിങ്ങലിൽ അവിടുത്തെ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ വീടിന് നേരായി ആക്രമണം നടത്തുന്നു. അതോടൊപ്പം RSSും BJPയും വെഞ്ഞാറമൂട്ടിൽ DYFI പ്രവർത്തകൻ്റെ വീടിന് നേരായി ആക്രമണം നടത്തുന്നു. VD സതീശനാണ് ആഹ്വാനം കൊടുക്കുന്നത്, അടിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം കൊടുക്കുകയാണ്. ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രത്തിൽ ഇത്ര വലിയ അപമാനം സഹിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് പരസ്യമായി യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത് പോലെ തൻ്റെ അണികളോട് അടിക്കാനും ആക്രമിക്കാനും ആഹ്വാനം, ഇത് കേരളത്തിന് അപമാനമാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ്. ഞാൻ ആ പദവിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ശ്രീ VD സതീശൻ അങ്ങേയറ്റം അപക്വമായി ഇരുന്നാണ് അവിടെ തൻ്റെ നിലപാടുകൾ വിശദീകരിക്കുന്നത്. വാസ്തവത്തിൽ മുതിർന്ന പിന്നെ സമാദരണീയരായ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് തിരുത്താൻ കഴിയുമെങ്കിൽ ഇപ്രകാരമുള്ള ആക്രോശ പ്രകടനങ്ങളെ VD സതീശൻ്റെ ഈ നിലപാടിനെ അവർ തിരുത്തുകയാണ് അഭികാമ്യം. ശരി, ശ്രീ N ശ്രീകുമാർ, ഇന്ന് മുഖ്യമന്ത്രിയും ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ നവകേരള സദസ്സ്
തുടങ്ങിയപ്പോൾ തൊട്ട് സർക്കാർ, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ ആവർത്തിച്ച് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ ബഹിഷ്കരണ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണം, കേരളത്തിന് വേണ്ടി പറയണം, കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിനോട് BJPയോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞവതരിപ്പിക്കണം. ഒറ്റക്കെട്ടായി പറയുമ്പോൾ കേരളത്തിന് ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾക്കായുള്ള പണം അവർക്ക് തന്നേ മതിയാകൂ എന്നാകും. അത് നമ്മൾ ചെയ്യണം, അതിൽ രാഷ്ട്രീയം നോക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കൊല്ലം വരെ കാണാതിരുന്ന ആവേശവും പ്രതിഷേധവും തലസ്ഥാനത്തേക്ക് നവകേരള സദസ്സ് കടന്നപ്പോൾ കാണാൻ തുടങ്ങി. ഹർത്താൽ പ്രതീക്ഷിച്ചവർക്ക് അത് സംയമനം കൊണ്ട്, പോലീസിൻ്റെയും ജനങ്ങളുടെയും സംയമനം കൊണ്ട് അതിലേക്ക് പോകാനായില്ല. ഇതാ ഇന്നിപ്പോൾ കണ്ടതെന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയേണ്ടതില്ലല്ലോ. വൈകുന്നേരം ഈ പുതുപ്പള്ളി ഹൗസിൻ്റെ മുന്നിലൂടെ മുഖ്യമന്ത്രി പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ പുതുപ്പള്ളിയിൽ തൻ്റെ മണ്ഡലത്തിൽ കാണിക്കാത്ത ആവേശം ഈ ജഗതിയിൽ കാണിച്ച ചാണ്ടി ഉമ്മനെ നമ്മൾ കണ്ടു. ഇതാണ് പെർഫോമൻസ് എന്ന് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ശ്രീ എൻ ശ്രീകുമാർ. ഇതൊക്കെ എന്ത് ഗുണമുണ്ടാക്കി KSUവിനും യൂത്ത് കോൺഗ്രസിനും? കുറച്ചൊരു ആവേശം ഉണ്ടാക്കി, അങ്ങനെ നവകേരള സദസ്സ് കൊണ്ട് അവർക്കും ചില ഉപയോഗമുണ്ടായി എന്നാണോ വിലയിരുത്തൽ? അതോ ജനങ്ങൾക്ക്, കേരളത്തിന് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമോ? ഡോക്ടർ ലാല് വളരെ നിരാശനായ, താനിട്ട ഒരു പദ്ധതിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് തോന്നലുണ്ടായ ദുർബലനായ ഒരു മുഖ്യമന്ത്രി പ്രസംഗത്തിനായി വാക്കുകൾ പരതുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. പത്രസമ്മേളനത്തിൽ പത്രലേഖകരോട് ക്ഷുഭിതനായി സംസാരിച്ച ഒരു മുഖ്യമന്ത്രിയെ കണ്ടു. താൻ എന്താണ് പറയേണ്ടതെന്നോ, താനൊരു മുഖ്യമന്ത്രിയാണെന്നോ, ഒരു CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെന്നോ പോലും ഓർക്കാതെ വളരെ മോശമായ ഭാഷയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നയത്തെ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് BJPയെ പ്രീണിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഇന്നലേക്ക് ഒന്നിച്ച് BJP വിരുദ്ധ ജാഥയിൽ പങ്കെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി കണ്ടില്ല. കാരണം അദ്ദേഹം ഈ യാത്രയുടെ ബസ്സിലായിരുന്നല്ലോ. ബസ്സിൽ TV ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പത്രം വിതരണം നടന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം മറച്ചു വെച്ചതായിരിക്കും. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മുഖ്യമന്ത്രി ഇത്രയും മോശമായ വാക്കുകൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ അരിശം അദ്ദേഹത്തെ അവിവേകിയാക്കി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ആരൊക്കെയാണ്, അവർക്ക് ഭയം ആരൊക്കെയാണ്? പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം അത് ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് തടസ്സപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പേര് ശ്രീ പിണറായി വിജയൻ കൈക്കലാക്കിയിരിക്കുകയാണ്. KPCC പ്രസിഡന്റിന്റെ ഭയം, പ്രതിപക്ഷ നേതാവിനെ ഭയം, പെൻഷന് വേണ്ടി അപേക്ഷിച്ച മറിയക്കുട്ടി എന്ന മുത്തശ്ശിയെ ഭയം, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പത്രലേഖകരെ ഭയം, ഇതൊക്കെയാണ് നവകേരള സദസ്സിന്റെ അന്ത്യത്തിന് നമ്മൾ കണ്ടത്. നവകേരള സദസ്സ് CPM ഇട്ട ഒരു പരിപാടിയാണെന്നും അത് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം വിഭാവനം ചെയ്ത പരിപാടിയാണെന്നും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ശ്രീ ഷിജു ഖാൻ ചോദിച്ചു, എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ മുദ്രാവാക്യമെന്ന്. ഈ ധൂർത്തിനെതിരെ ഞങ്ങൾ തിരുവനന്തപുരം വരെ കരികുടി കാണിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഒരുപക്ഷെ മറന്നതാവില്ല, അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിച്ചതാകാം. പക്ഷേ കേരളത്തിലെ പോലീസിനെ കുറിച്ച്, പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ച് മോശമായ അഭിപ്രായം യൂത്ത് കോൺഗ്രസ് പറഞ്ഞപ്പോൾ അതിവർ തള്ളിക്കളഞ്ഞു. പക്ഷെ ചാലക്കുടിയിൽ NSFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം നടത്തിയ പ്രസംഗത്തിൽ ഈ പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനം മാത്രമല്ല, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചു പിണറായി വിജയന്റെ പോലീസിനെതിരെ. മാത്രമല്ല ചാലക്കുടി SIയുടെ കാലും കയ്യും തല്ലി ഓടിക്കുമെന്നോ പട്ടിയെ പോലെ തല്ലുമെന്നോ ഒക്കെ അദ്ദേഹം പ്രസംഗിച്ചതായി ഞാൻ ചാനലിൽ കണ്ടു. അപ്പൊ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന്റെ പോലീസിനെ കുറിച്ച് പറഞ്ഞത് SFI ശരിവെച്ചു എന്നുള്ളതാണ് ഷിജു ഖാനെ നമ്മൾ ഈ നവകേരള യാത്രയുടെ സമാപനത്തിൽ കണ്ടത്. ഈ പറയുന്ന SFIയുടെയോ അതല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ടുള്ള ചില തർക്കങ്ങളുടെയോ ഒക്കെ വാർത്തകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് നവകേരള സദസ്സിനെ കുറിച്ചാണ്. ആ സദസ്സ് തുടങ്ങുന്നത് 36 ദിവസങ്ങൾക്ക് മുൻപാണ്.
അവിടേക്ക് അങ്ങയുടെ ശ്രദ്ധ പോകുന്നില്ല. എൻ്റെ ചോദ്യം അതായിരുന്നു. ഷിജു ഖാൻ ഇവിടെ കഴിഞ്ഞ 5-6 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ്. അതിനിടയിൽ സംഭവിച്ച പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണങ്ങൾ അദ്ദേഹം 1 മിനിറ്റിൽ പറഞ്ഞിട്ടുണ്ടാകണം. പക്ഷേ ആ നവകേരള സദസ്സിനെ നിങ്ങൾ എന്തിന് ബഹിഷ്കരിച്ചു എന്ന് നിങ്ങൾ എവിടെ പറഞ്ഞു? നിങ്ങളത് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ടുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ ചെറ്റത്തരം എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എന്താണെന്ന് നോക്കൂ. ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല, വി ഡി സതീശൻ തയ്യാറാകുന്നില്ല, പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നില്ല. അതിനുവേണ്ടി ഒരുമിക്കാൻ ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് പോലും സമ്മതിച്ച കാര്യം കോൺഗ്രസ് സമ്മതിക്കുന്നില്ല. ഇതാണ് രാഷ്ട്രീയ ചെറ്റത്തരമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതിനെ പിന്നെ വേറെ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, വേറെ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിശേഷണ പദങ്ങളൊന്നും ഇവിടെ എടുത്ത് ആവർത്തിക്കുന്നില്ല. അത് എനിക്ക് തന്നെ പറയാനൊരു മടിയുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. താങ്കൾ ചോദിച്ച് നവകേരള സദസ്സിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നവകേരള സദസ്സിന്റെ സമാപനം ഇന്ന് തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹം ഏത് മാർഗത്തിൽ ഏത് വഴിയിലൂടെയാണോ അദ്ദേഹം യാത്ര ചെയ്യാനിരുന്നത് ആ മാർഗം അദ്ദേഹം മാറ്റി അവസാനം ഈ സന്ധ്യയ്ക്ക് KPCC ഓഫീസിന് മുന്നിൽ കൂടെ പോകാൻ ഭയമായി മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു ഈ യാത്രയ്ക്ക്. അതുകൊണ്ട് ആ യാത്ര തികഞ്ഞ പരാജയമാണെന്ന് അതിലും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന തടസ്സപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന പേര് ഒരു ചോദ്യോത്തര പങ്ക്തി വന്നാൽ അതിന് ഉത്തരം ശ്രീ പിണറായി വിജയൻ എന്നായിരിക്കും. എന്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും MP-മാരും ഇരിക്കുന്ന വേദിയിലേക്ക് ഈ നമ്മളുടെ കണ്ണീർ വാതകം പ്രയോഗിച്ച് എന്തിനാണ്? ശ്വാസം മുട്ടിച്ച് വാക്കുകൾ പുറത്തു വരാതിരിക്കാനല്ലേ? അത് നവകേരള സദസ്സിന്റെ ഭാഗമാണ് ഡോക്ടർ ലാൽ. അത് താങ്കൾ മനസ്സിലാക്കൂ. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് കേരളത്തിൽ ആദ്യമായി സംഭവിച്ചൊരു കാഴ്ചയാണ്. ഈ പോലീസ് ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ തിരിച്ച് അങ്ങോട്ടേക്ക് കണ്ണീർ വാതകം പ്രയോഗിക്കുന്നത്, ഇങ്ങനെ നേതാക്കൾ ഇരിക്കുന്നിടത്തേക്കൊന്നും പോകാറില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് മുൻപ് ശ്രീ VS നിയമസഭയ്ക്ക് മുന്നിൽ ഒരു സമരത്തിൻ്റെ മുന്നിൽ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്ന് വീണ ടിയർ ഗ്യാസിനെ കുറിച്ചുള്ളൊരു വാർത്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. താങ്കളത് മറന്നിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, അതൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം നിങ്ങൾ കാണൂ. നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ മുഖ്യകക്ഷിയായ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളും ഒന്നിച്ചൊരു വേദിയിൽ നിൽക്കുമ്പോൾ, ഒരു താൽക്കാലിക ലോറിയിൽ കെട്ടിയ വേദിയിൽ നിൽക്കുമ്പോൾ അവിടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന പ്രസംഗം കഴിഞ്ഞ് പ്രയോഗിച്ചു. ആ വേദിയെ കുറിച്ച് KPCCയുടെ അധ്യക്ഷൻ മിനിഞ്ഞാന്ന് പറഞ്ഞത് എന്താണ്? തിരുവനന്തപുരത്ത് കാണാൻ നമുക്ക് DGP ഓഫീസിലേക്ക് നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അന്ന് തന്നെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഇത് ഗുസ്തിയാണോ നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു എല്ലാവരും. അതെ, എന്നിട്ട് ഡോക്ടർ ലാലെ, നമ്മൾ ഈ ദൃശ്യമാധ്യമം കേരളത്തിലെയും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. CPM-ന് അവരുടെ സമനില തെറ്റി എന്നുള്ളതിന്റെ തെളിവ് കൂടി ഞാൻ പറയാം. ഇന്ന് LDF കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മാർച്ച് എവിടേക്കാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ സെക്രട്ടേറിയറ്റ് എന്നാണ്. DGP ഓഫീസിലേക്കാണെന്ന് അവസാനം പത്രലേഖകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ജാള്യതയായി അദ്ദേഹത്തിന്റെ മുഖത്ത്. കാരണം അത്ര പോലും അറിയില്ല ഇവിടെ ഈ ആളുകളുടെ സ്ലിപ്പ് ഓഫ് ദ ടങ് നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ അല്ലാത്ത രാഷ്ട്രീയമായ പ്രയോഗങ്ങൾ, ഒരുപാട് ചർച്ച ചെയ്യേണ്ട വാക്കുകൾ സുധാകരനിൽ നിന്നുണ്ട്. ഇന്നലെ താങ്കളോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാത്ത ആ ചോദ്യം ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിക്കണോ? ഈ യൂണിവേഴ്സിറ്റികളിലെ സെനറ്റ് അംഗങ്ങളെ ഗവർണർ നിശ്ചയിച്ചത് സംഘപരിവാറിൽ നിന്നുള്ള ആളുകളെയല്ലേ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നല്ല സംഘപരിവാറുകാരെ എടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇന്ന് മുഖ്യമന്ത്രി അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സുധാകരൻ്റെ സംഘപരിവാർ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ VD സതീശനാകുന്നില്ല, കോൺഗ്രസിനാകുന്നില്ല. അതുകൊണ്ടാണ് BJP എതിർക്കാത്തത് എന്ന് ഡോക്ടർ ലാല ഇന്നലെ ഉത്തരം പറഞ്ഞതാണ്. അതായത് സുധാകരൻ പറഞ്ഞത് സംഘപരിവാരാണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നല്ലവരെ സെനറ്റിലേക്ക് നിയമിക്കുന്നതിൽ ഞങ്ങൾക്ക് തെറ്റില്ല, ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള ശരിയാണ്.
അദ്ദേഹം അതിന് വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. അല്ല, അത് പക്ഷേ കോൺഗ്രസിന്റെ എന്ത് തരം നയമാണ്? താങ്കൾ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച വാക്കല്ലാതെ എന്ത് പറയാൻ പറ്റും? BJP-യുടെ നല്ല ആളുകളെ, സംഘപരിവാറിന്റെ നല്ല ആളുകളെ, അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ പ്രധാനമന്ത്രിയാക്കാം, ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കാം, നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാക്കാം, KPCC-യുടെ അധ്യക്ഷൻ വരെ ആക്കാം, നല്ല ആളുകളാണെങ്കിൽ എന്നാണോ അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം? ഡോക്ടർ ലാലെ, താങ്കൾ ഇങ്ങനെ കാട് കയറിയല്ലേ? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞ ഉത്തരം. അതായത് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം BJP പ്രതിനിധിയാണെന്ന, ഈ BJP-യുടെ ഒരു പ്രതിനിധിയും കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനുമാണല്ലോ. അപ്പൊ ആ BJP-കാരനായ ഗവർണർ പരിണതപ്രജ്ഞനായ ഗവർണറാണെന്ന് പറഞ്ഞ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ AN ഷംസീറാണ്. അതാരും സംഘപരിവാർ അനുകൂലമായിട്ട് ആരും കണ്ടില്ല. അതെന്താ കാണാത്തെ? പരിണതപ്രജ്ഞൻ അല്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞപ്പോൾ അതിന് അർത്ഥം എന്താണ്? ഷംസീർ പറഞ്ഞ തെറ്റാണെന്നല്ലേ? അപ്പൊ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതല്ലല്ലോ വിഷയം, അതല്ലോ. അല്ല, K. സുധാകരന് തെറ്റുപറ്റി എന്നാണോ താങ്കൾ പറയുന്നത്? K. സുധാകരന് തെറ്റുപറ്റി എന്നാണോ താങ്കൾ പറയുന്നത്? K. സുധാകരന് തെറ്റുപറ്റിയതല്ല. K. സുധാകരൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം നൽകി. അത് ആ പ്രശ്നം വിശദീകരണം നൽകി അദ്ദേഹം. അല്ല, അതെന്താണ് ആ വിശദീകരണം? എന്താണ് വിശദീകരണം? എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ആ വിശദീകരണം ഏത് പാർട്ടിയിലാണെങ്കിലും ഗവർണർ നോമിനേറ്റ് ചെയ്തതിൽ SFI-കാരുണ്ടല്ലോ, ഇടതുപക്ഷക്കാരുണ്ടായിരുന്നല്ലോ സെനറ്റില്. എന്താ അത് നിങ്ങൾ മറക്കുന്നത്? എന്താ കോൺഗ്രസ്സുകാരുണ്ട്, CPM-കാരുണ്ട്, നല്ല ആളുകൾ ഉണ്ടെങ്കിൽ അത് നോമിനേറ്റ് ചെയ്യേണ്ട ഗവർണറുടെ അധികാരം. അല്ല, CPM-കാരെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ മുൻപ് നോമിനേറ്റ് ചെയ്തപ്പോൾ ഇല്ലാത്ത സംഘർഷം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ലേ? ഈ സംഘപരിവാറുകാരെ അതുപോലെ തന്നെയാണോ നിങ്ങൾ കാണുന്നത്? ലാലെ, നിങ്ങൾ വിഷയം മാറ്റി കൊണ്ടുപോകണ്ട. നവകേരള സദസ്സ് നടത്തിയത് BJP-യെ കുറ്റം പറയാൻ വേണ്ടി അല്ലല്ലോ. ആണോ? അല്ലല്ലോ. നവകേരള BJP-യെ കുറ്റം പറയാനാണ്, കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാനാണ്. അത് ഇതുവരെ പ്രതിപക്ഷത്തിന് മനസ്സിലായിട്ടില്ല. അതായത് ഈ നമ്മൾ ആദ്യം കേട്ടത് നവകേരള സദസ്സ് നടത്തിയത് ജനങ്ങളുമായി സംവദിക്കാൻ എന്നാണ് ഗോവിന്ദ മാഷ് മിനിങ്ങാന്ന് അത് പരിഹാസ രൂപേണ പറഞ്ഞതായിരിക്കാം ദേശാഭിമാനി ലേഖനം എഴുതിയത്. സമ്മതിച്ചില്ല എന്നുള്ള നമുക്കറിയാം. സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഒറ്റയാളെ പ്രസംഗിച്ചു ഓരോ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുള്ളൂ. ആ സംവാദമാണ് നടക്കുന്നത്. ആ സംവാദം എന്ന് പറയുന്നത് അങ്ങേക്ക് അറിയാമല്ലോ, അതൊരു ഗ്രൗണ്ടിൽ നടക്കുന്ന സംവാദം മാത്രമല്ല. സംവാദം പല തരങ്ങളിലാണ്. മാധ്യമങ്ങളിൽ നടക്കും, അത് പൊതു സ്ഥലങ്ങളിൽ നടക്കും, എല്ലാം സംവാദങ്ങളാണ്. നമ്മൾ ഈ ചെയ്യുന്നത് ആ സംവാദത്തിന്റെ ഭാഗമാണ്. നവകേരള സദസ്സ് 36 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സംവാദമല്ല. ഇപ്പോൾ ഈ 36 ദിവസത്തിന് ശേഷം ഇന്നുണ്ടാക്കുന്ന സംവാദം, കേരളത്തിലെ ആ സംവാദത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞത്. അതായത് ഈ സംവാദം നടന്നിട്ടില്ല വേറെ കാര്യം. ഞാൻ പറഞ്ഞത് നമ്മുടെ മന്ത്രി സജി ചെറിയാന്റെ ഇന്നത്തെ സംവാദം നിങ്ങൾ നോക്കൂ. ആ മറിയക്കുട്ടി എന്ന മുത്തശ്ശിക്കെതിരെയാണ് ഒരു മന്ത്രി പ്രസംഗിച്ചത്. അതാണോ നവകേരള സദസ്സിന്റെ ലക്ഷ്യം? എന്താ നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഇതാണോ കോൺഗ്രസിന്റെ നവകേരള സദസ്സിനോടുള്ള ബഹിഷ്കരണത്തിന്റെ കാരണം? ഇത് ആർക്കെതിരെയാണെന്നുള്ളത് ഇപ്പോഴും അങ്ങേക്കറിയില്ല. BJP-ക്കെതിരെ ആണോ എന്നാണ് അങ്ങ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങ് ഇടയ്ക്കിടയ്ക്ക് മറിയക്കുട്ടി വിഷയം വരുമ്പോൾ അതിലേക്ക് പോകും. KSUവിന് എതിരെ ഒരു അടി കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ അടി എന്ന് പറഞ്ഞ അടിയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നവർ ഒരു അടി കിട്ടുമ്പോഴേക്കും അതൊരു പ്രശ്നമാക്കും. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇന്ന് സൗകര്യത്തിനൊരു ജഗതി പുതുപ്പള്ളി ഹൗസിന് മുന്നിലൂടെ മുഖ്യമന്ത്രി പോകുന്നത് അറിഞ്ഞപ്പോൾ അവിടെ ഒരു പെർഫോമൻസിനുള്ള അവസരമായി. ഇതൊക്കെ അപ്പോഴപ്പോഴും കാണുന്ന അവസരങ്ങളെ ഉപയോഗിച്ചുള്ള നവകേരള സദസ്സിനെ വിമർശിക്കുന്നത് ജനം അംഗീകരിക്കുമോ? ഡോക്ടർ KP പ്രേംകുമാർ, ജനം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഈ നവകേരള സദസ്സാണോ അതോ ഈ സംഘർഷമാണോ? ഏത് സംഘർഷത്തിന്റെ കാര്യമാണ് ലാല് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് കഴിഞ്ഞ 3 ദിവസമായിട്ട് ആദ്യത്തെ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും രണ്ടാമത്തെ ദിവസം KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെക്കാൾ സീനിയറായ ആളുകളാണ് KSUവിന്റെ നേതാക്കന്മാർ. KSUവിന്റെ നേതൃത്വത്തിലും ഇന്ന് സീനിയർ കോൺഗ്രസുകാരുടെ K. സുധാകരനും VD സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയും ശശി തരൂരും അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് ഗംഭീരമായ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത രീതിയിൽ കേരള പോലീസിന്റെ മനോഹരമായ ആത്മസംയമനത്തിനൊടുവിൽ എത്രത്തോളം പ്രൊവോക്ക് ചെയ്തിട്ടും ആദ്യത്തെ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ വലിയ ആണി തറച്ച പട്ടി കൊണ്ടുവന്നിട്ട് ഷീൽഡുകൾ കംപ്ലീറ്റ് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു പോലീസുകാരുടേത്. ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചങ്ങാതി, ഒരു പ്രായമായ മനുഷ്യൻ പിറകെ പോയിട്ട് ഒരു പോലീസുകാരനെ നെഞ്ചത്ത് കൈയിടിച്ച് കുത്തുകയാണ് ചെയ്യുന്നത്. ഈ 3 ദിവസവും ഒരു സംഘർഷവും ഇല്ലാതെ കാര്യങ്ങൾ നടത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സംഘർഷം എവിടെ നടന്നതാണെന്ന് എനിക്കറിയില്ല. പിന്നെ
വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്സും സ്ട്രാറ്റജിയും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് കേരളം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം 7ാം വർഷം 8ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ. ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളോട് പറയാനും ഇപ്പോൾ അനുഭവിക്കുന്നതും ഇനി അങ്ങോട്ട് പോകുന്നതിനും തടസ്സമായി നിൽക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതികൂല നിലപാടുകൾ എന്തൊക്കെയെന്ന് ജനങ്ങളോട് വിശദീകരിക്കാനും ഇനി അങ്ങോട്ട് LDF സർക്കാർ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യങ്ങളും ജനങ്ങളോട് നേരിട്ട് പറയാനാണ്. അതായത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് വിശ്വാസമില്ല എന്നുള്ളത് ജനങ്ങളോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് ചെയ്തിട്ടുള്ളത്. അതിനെതിരെ UDFന്റെ അല്ലെങ്കിൽ മീഡിയയുടെ പ്രതിപക്ഷത്തിന്റെ റെസ്പോൺസസ് എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ആദ്യം വന്നിരുന്നത് ബസ്സിനെതിരെയുള്ള പ്രചരണമായിരുന്നു. കെ മുരളീധരനെ പോലുള്ള ആളാണ് ഈ ഭൂലോക മണ്ടത്തരം പറഞ്ഞത്. ഈ 6 വീലുള്ള ബസ്സിന്റെ അകത്ത് 21 ആളുകൾ ഇരിക്കുന്നത് കൂടാതെ നീന്തൽക്കുളവും അടുക്കളയും കോൺഫറൻസ് റൂമും ഒക്കെ ഉണ്ടെന്നുള്ള ഭൂലോക പൊട്ടത്തരം പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ നോക്കൂ നിങ്ങൾ, കല്യാശ്ശേരിയിൽ ഇവർ ബസ്സിന് മുന്നിൽ ചാടി കരിങ്കൊടി പ്രകടനം നടത്തി. അവിടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ, ഡിവൈയുടെ പ്രവർത്തകർ കായികമായിട്ട് ഇവരെ നേരിട്ടു. അത് ശരിയല്ല എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാനും. അതിന്റെ പിറ്റേ ദിവസം PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ എന്തായിരുന്നു അറിയോ, നമ്മൾ ഇതിന് പകരമായിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കുറ്റവിചാരണ സദസ്സ് നടത്തുന്നുണ്ട്. ഇതായിരുന്നു UDFന് അതിനോട് റെസ്പോൺസ്. അതിന്റെ അവസ്ഥ എന്താ? ഇപ്പം എത്ര ഇടങ്ങളിൽ കുറ്റവിചാരണ സദസ്സ് നടന്നു, എവിടെയൊക്കെ ആരെങ്കിലും ഉണ്ട്? അതായത് നവകേരള സദസ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് UDF കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസ് കുറ്റവിചാരണ സദസ്സ് എന്നുള്ളത് 8 നിലയിൽ പൊട്ടി പണ്ടാരമടങ്ങിയിരിക്കുകയാണ്. ഒരിടത്തും അത് നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ അവർ പിന്നെയും കരിങ്കൊടി കാണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു, ടാറ്റ കാണിച്ചു കൊടുത്തു, ഹായ് നല്ല രസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് രസമില്ലാതായപ്പോഴാണ് ഇവർ 2ാം ഘട്ടത്തിൽ ഷൂ വലിച്ചെറിഞ്ഞത്. അന്ന് രാത്രി KSUക്കാരൻ പറഞ്ഞു ഇനി അങ്ങോട്ട് ഷൂ എറിയും എന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ UDF മുഴുവൻ ഈ ഷൂ എറിയൽ പരിപാടിയെ ഡിസോൺ ചെയ്തു. അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഓടി ശബരിമലയിൽ പോയി. അവിടെ എന്തോ കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല. അവിടുന്ന് ഇറങ്ങി വന്നതിന് ശേഷം അതിനേക്കാൾ വിചിത്രമായ കാര്യം നമ്മൾ കണ്ടത്, ഇവരെല്ലാവരും കൂടെ ഈ ഗൺമാൻ സന്ദീപിന്റെ പിന്നാലെ പോകുന്നതായിരുന്നു. മുഖ്യമന്ത്രിനെ വിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാനെ രാജിവെപ്പിക്കാൻ. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ മഹാപ്രക്ഷോഭം ഗൺമാനെതിരെ നിലപാടെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടല്ല. അതിനുശേഷമാണ് മഹിളാ കോൺഗ്രസിന്റെ മനോഹരമായ പ്രകടനം നമ്മൾ കണ്ടത്. കറുത്ത പാവാടയും പൊക്കി പിടിച്ചിട്ട് ബിന്ദു കൃഷ്ണയൊക്കെ നടത്തുന്ന പരിപാടികൾ. പിന്നെ ഇതാ മറിയക്കുട്ടി രംഗപ്രവേശനം ചെയ്യുന്നു. ഇനി മഹിളാ കോൺഗ്രസിന്റെ എന്താ പറയുക, പ്രിയങ്കാ ഗാന്ധിക്ക് പകരമോ ബിന്ദു കൃഷ്ണയ്ക്ക് പകരം കണ്ട് മറിയക്കുട്ടിയെ മുന്നോട്ട് കൊണ്ടുവരുന്ന സീനിൽ എത്തി നിൽക്കുകയാണ്. അതായത് വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിക്കൊണ്ട് നവകേരള സദസ്സ് പൊളിറ്റിക്കലായിട്ടും ഗവൺമെന്റ് ലെവലിലും വലിയൊരു ഡിസ്കോഴ്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സമരത്തിന്റെ ഒരു വേവ് ഉണ്ടാക്കാൻ പോലും കോൺഗ്രസിനോ UDFനോ പറ്റിയിട്ടില്ല. മാത്രമല്ല ഇതേ സമയത്ത് ഗംഭീരമായ സമരം കേരളത്തിൽ നടത്തിയത് SFI ആണെന്നുള്ളതാണ് അതിന്റെ തമാശ. ഗവർണർക്കെതിരെ, സംഘിവൽക്കരണത്തിനെതിരെ, കാവ്യവൽക്കരണത്തിനെതിരെ വളരെ കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട് ആ സമരത്തിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷി K സുധാകരനാണ്. കാരണം സംഘപരിവാറുകാരെ ഇതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ശരിയല്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞിടത്ത് നിന്നാണ് ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങിയതിനാണ് K സുധാകരൻ പറഞ്ഞത് RSSകാരെ നോമിനേറ്റ് ചെയ്തതിൽ എന്താ കുഴപ്പം, നല്ല RSSകാർക്ക് എന്താ കുഴപ്പം എന്നുള്ളത്. ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിന് വിപരീതമായ നിലപാട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരിക്കലല്ല 2 തവണയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന K സുധാകരനെയും ചുമന്നുകൊണ്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത്. പിണറായി വിജയനുള്ള മറുപടി 23-ാം തീയതി പറയുമെന്ന് പറഞ്ഞാണ് ഇന്ന് തിരുവനന്തപുരത്ത് കൂടിയിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അങ്ങനെ അല്ലല്ലോ. ഒരു ലോറിയിലാണ് സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പിറകിലാണ് പോലീസ് ബാരിക്കേഡ് ഉള്ളത്. സുധാകരൻ സംസാരിച്ചു കഴിയുന്നു, കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് പൊളിക്കുന്നു, പോലീസിനെ കല്ലെറിയുന്നു, അവർ വെള്ളം ചീറ്റി സ്റ്റേജ് നനയുന്നു. അതോടെ ഇവന്മാരൊക്കെ സകല നേതാക്കന്മാരും വീട്ടിൽ പോവാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടലുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് ചോദിച്ചു. പത്രക്കാരൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്കാ പോകുന്നു എന്ന് പറഞ്ഞു. വലിയ മഹാന്മാരായ ധീരന്മാരായ നേതാക്കന്മാരെല്ലാം വേഗം ഹോസ്പിറ്റലിൽ പോയി 5 മിനിറ്റ് കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി. സമരം അതോടെ സ്വാഹ. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് വേണം UDFന്റെ അണികൾ ഇടതുപക്ഷത്തിനെതിരെ, പിണറായി വിജയനെതിരെ സമരത്തിന് നിൽക്കാൻ. കേരളം ഫേസ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെയോ ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയോ കിട്ടുന്നില്ല. വെറും ഡയലോഗ് അടിക്കുന്ന VD സതീശൻ എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ
വളരെ വളരെ മനോഹരമായ വളരെ സങ്കടകരമായ എക്സ്പാൻഷൻ സത്യമായി പോകുന്നു. വെറും ഡയലോഗ് സതീശനായിട്ട് അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ ഗംഭീരമാണ് കേട്ടോ. അയാൾ വായിച്ച പുസ്തകങ്ങളെ പറ്റിയിട്ട്, രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട്, കാംബ്രിഡ്ജിൽ പോയിട്ട് ഒക്കെയുള്ള ഡയലോഗുകൾ ഗംഭീരമാണ്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു വസ്തുവും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസും UDF മാറി എന്നുള്ളത് കേരളത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവരുടെ അവസ്ഥയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, വളരെ കടുത്ത ഭാഷയിലാണ് ഡോക്ടർ KP പ്രേംകുമാർ ഇപ്പോൾ പ്രതിപക്ഷത്തെ ഒന്നാകെ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിന് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ താങ്കൾ തന്നെ പറഞ്ഞതാണ് പ്രതിപക്ഷം ഒരല്പം ഉണർവ് ഉണ്ടായിട്ടുണ്ട്, അവർക്കൊരു സമരത്തിലേക്കൊക്കെ എത്താൻ സാധിച്ചു എന്ന്. ഞാൻ അതേ സ്പിരിറ്റ് ഉൾക്കൊണ്ടാണ് ഇന്ന് ശ്രീ N. ശ്രീകുമാറുമായിട്ടൊക്കെ സംസാരിച്ചത്. ഇപ്പോൾ അതായത് നവകേരള സദസ്സ് കൊണ്ട് ഒരല്പം ഉപയോഗം ഉണ്ടായിട്ടുണ്ട്, പ്രതിപക്ഷത്തിനും ഉണ്ടായിട്ടുണ്ടോ ഉപയോഗം, അവർക്കൊരു ആവേശം ഉണ്ടായി എന്നൊക്കെയാണ്. പക്ഷേ ഉണ്ടായ ആവേശം കണ്ടല്ലോ, ഇത് തീരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൊരു കാര്യം, സംഘടനാപരമായി അവരുടെ അണികൾക്ക് കുറച്ച് ആവേശം ഉണ്ടാക്കി റോഡിൽ നിർത്തി പെർഫോമൻസ് കളിക്കാൻ പറ്റി എന്നതിനപ്പുറം ഇന്ന് ചാണ്ടി ഉമ്മനും നടത്തിയ ഒരു പെർഫോമൻസ് താങ്കൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പെർഫോമൻസുകൾക്കപ്പുറം ജനമനസ്സിലേക്ക് ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒത്ത ഒരു പ്രതിപക്ഷ നേതാവ് അപ്പുറത്ത് ഇല്ല എന്ന് സമ്മതിക്കേണ്ടി വരുന്ന KPCCക്ക് ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു അധ്യക്ഷനെ നഷ്ടപ്പെടുന്നു എന്നതിനപ്പുറം എന്ത് സംഭവിച്ചു, എന്ത് തെളിയിക്കാനായി ഈ നവകേരള സദസ്സിലൂടെ പ്രതിപക്ഷത്തിന്? ഡോക്ടർ ലാൽ പൊളിറ്റിക്സിൻ്റെ പ്രൊഫസറാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ മുന്നേറ്റത്തിന് സംഘടന വേണം, നേതാവ് വേണം. അതാണ് ഇപ്പോൾ ലാൽ പറഞ്ഞു വെച്ചത്. ഞാനതിനോട് സമ്മതിക്കുന്നു. പക്ഷേ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം KSU യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ സമരം, അത് ആ രണ്ട് സംഘടനകളും ഐതിഹാസികമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെ പ്രേംകുമാർ നമ്മളോടൊപ്പം ചർച്ചയില്ലായിരുന്നു, ശ്രീകുമാർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതാണ് 1958 ഒരണാ സമരം, പിന്നീട് 72 വിദ്യാഭ്യാസ സമരം. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചരിത്രത്തിൽ നമ്മൾ ഈ സാധാരണ ക്ലീഷേ പ്രയോഗം സ്വർണ്ണലിപികളിൽ എഴുതപ്പെടേണ്ട, വാഴ്ത്തപ്പെടേണ്ട സമരങ്ങളാണ്. പക്ഷേ ഈ ഒരു സമരത്തിന് ആ ഒരു പകിട്ടോ ആ ഒരു പരിവേഷമോ കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. ബഹുമാനപ്പെട്ട ശ്രീകുമാർ എൻ്റെ സഹപ്രവർത്തകനാണ്, പഴയ സഹപ്രവർത്തകനാണ്, എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ സമരത്തിൻ്റെ കാലം മാറിപ്പോയി. ഇത്തരം സമരങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അതൊന്നും കൂടെ ആവർത്തിക്കേണ്ടതുണ്ട്. ആ ഒരു കാലഹരണപ്പെട്ട സമര രീതികൾക്ക് ഇന്നത്തെ കേരളത്തിൽ, ഇന്നത്തെ വിദ്യാർത്ഥി ലോകത്ത്, ഇന്നത്തെ യുവജന ലോകത്ത് അതിനൊരു പ്രസക്തി ഇല്ല എന്ന് തന്നെയാണ്. SFI ആണെങ്കിലും KSU ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും BVP ആണെങ്കിലും ഒക്കെ ഞാനത് പറയും, അത് ശരിയല്ല എന്ന് തന്നെയാണ്. പക്ഷേ നവകേരള സദസ്സ്, ഒരൊറ്റ വരി പറയട്ടെ, നവകേരള സദസ്സ് അത് ഒരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ്. ഗവൺമെൻറ്റിൻ്റെ പരിപാടിയിൽ രാഷ്ട്രീയമുണ്ടാവും, രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എന്ന് സമ്മതിച്ചോളൂ. പക്ഷേ ഗവൺമെൻറ് നടത്തുന്ന പരിപാടിയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയം പറയുന്നില്ല, രാഷ്ട്രീയം പറയാതെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിനകത്ത് രാഷ്ട്രീയം വ്യാഖ്യാനിച്ചെടുക്കാം. മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനങ്ങളിൽ അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യങ്ങൾ നാടിൻ്റെ വികസനം, നാടിൻ്റെ കാർഷിക പുരോഗതി, നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി, IT രംഗത്തെ വളർച്ച ഇത്യാദി കാര്യങ്ങൾ, ഇനി ഉണ്ടാവേണ്ട കാര്യങ്ങൾ, ജനങ്ങളുടെ കയ്യിൽ നിന്ന്, പ്രധാനപ്പെട്ട ഒരു നാട്ടിലെ ആളുകളിൽ നിന്ന് അദ്ദേഹം അഭിപ്രായം ശേഖരിക്കുന്നു, അത് ക്രോഡീകരിക്കുന്നു. ഇന്നത്തെ യോഗത്തിൽ മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ പറഞ്ഞു, ഇങ്ങനെ ശേഖരിക്കുന്ന അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളാണ്, അതൊക്കെ രേഖപ്പെടുത്തണം. അതൊക്കെ രേഖപ്പെടുത്തി ഒരു അടുത്ത ബജറ്റിൽ അത് കൊണ്ടുവരണം. ഇത് K. ജയകുമാർ എന്ന് പറഞ്ഞതാണ്, അതടുത്ത ബജറ്റിൽ കൊണ്ടുവരണം. അത് റിഫ്ലക്റ്റ് ചെയ്യണം. കേരളത്തിൻ്റെ ഭരണത്തിൽ അത് മാറ്റമുണ്ടാക്കണം. ഈ സദസ്സ്, ഈ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയും അതിലെ പ്രധാന അംശങ്ങൾ ചേർത്ത് ബജറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. ഇതിൻ്റെ ഒരു ക്രിയാത്മകമായ രാഷ്ട്രീയമാണിത്. രാഷ്ട്രീയം എന്ന് ആക്ഷേപിക്കാം, കേവലമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാം കഴിയും. പക്ഷേ ഞാൻ രാഷ്ട്രീയം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് വേറെയൊന്നാണ്. ഈ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ അന്തസ്സത്തയുണ്ട്. അതിനെ ഒരു ചെരുപ്പ് കൊണ്ടോ
ഒരു കല്ലേറ് കൊണ്ടോ അല്ല നേരിടേണ്ടത്. ഇതിന് പ്രചരിപ്പിക്കാം. KSUവിന്, കോൺഗ്രസ്സിന് അതിൻ്റേതായ നിലപാടുണ്ട്, അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട്. ഒരു ഗവൺമെൻറ് അതിൻ്റേതായ പരിപാടികൾക്കുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ കല്ലെറിഞ്ഞ് പ്രതിഷേധിക്കുകയല്ല വേണ്ടത്, അതിനെതിരെ പ്രചാരണം നടത്തുകയാണ് വേണ്ടത്. ആ പ്രചാരണത്തിന് സ്കോപ്പുണ്ട്, യാതൊരു സംശയവുമില്ല. വ്യക്തികളും സംഘടനകളും, വ്യക്തികൾ നേതൃത്വം കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ആ ഒരു വാചകം കൂടി, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് പിണറായി വിജയൻ തന്നെയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തോട് എതിരിടുമ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ഒരു കാര്യമുണ്ട്, കുറേ വർഷം മുമ്പ് കേരളം ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടല്ലോ, സാക്ഷാൽ സഖാവ് VS അച്യുതാനന്ദനെ. അദ്ദേഹം ഇളക്കാത്ത നീക്കങ്ങളുണ്ടോ, നടത്താത്ത നീക്കങ്ങളുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരെ കൂടി അദ്ദേഹത്തെ വേറെ വഴിക്ക് കൊണ്ടുപോയി എങ്കിൽ പോലും കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിളങ്ങി ശോഭിച്ച ഒരു പ്രതിപക്ഷ നേതാവായില്ലേ VS അച്യുതാനന്ദൻ. VD സതീശന് ആകാൻ കഴിയും. ഞാൻ പ്രതീക്ഷിച്ചത് VD സതീശൻ്റെ ഒരു നല്ല പ്രതിപക്ഷ നേതാവാകും എന്ന് തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം കോൺഗ്രസിനെ വേറൊരു ദിക്കിലേക്ക്, വേറൊരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന നേതാവാകണം. ഞാൻ ഉപമിച്ചത് കരുണാകരൻ 1967 9 പേരുള്ള നിയമസഭാ പാർട്ടിയെ കേരളത്തിൻ്റെ ഭരണകക്ഷിയാക്കി മാറ്റിയ കഥ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് എറണാകുളം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ ഞാൻ വിശേഷിപ്പിച്ചത്. അത് അവർ ബോർഡർ ഈ വലിയ ഇതൊക്കെ കെട്ടുകയൊക്കെ ചെയ്തു. അത് പിന്നീട് അവർ മാറ്റുകയും ചെയ്തു കോൺഗ്രസ്സുകാർ. കാരണം കോൺഗ്രസ്സിനകത്ത് തന്നെ പ്രശ്നമുണ്ടായി. അത് ആ ലെവലിലേക്ക് ഉയരേണ്ടതാണ് VD സതീശൻ. ഞാൻ ഏതായാലും പ്രേംകുമാർ പറഞ്ഞ VD സതീശനെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. VD സതീശൻ ഇപ്പോഴും പ്രതീക്ഷ ഉണർത്തുന്ന നേതാവാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. പക്ഷേ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സമര രീതികൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പാളിപ്പോയില്ലേ എന്ന് അദ്ദേഹം ഒരു സ്വയം പരിശോധന നടത്തണം എന്നും എനിക്ക് അഭിപ്രായം. ശ്രീകുമാർ അതൊന്ന് കേട്ടോളൂ കേട്ടോ. ഞാൻ ഡോക്ടർ ഷിജു ഖാനിലേക്കാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നല്ല ഡയലോഗാണ്, പക്ഷെ ഡയലോഗുകളെല്ലാം വെറുതെ ശ്രീ ശ്രീകുമാർ ഒന്നുകൂടി കേട്ടോളൂ. ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ സൂക്ഷിച്ചു വേണം എടുക്കാൻ എന്നാണ് ഞാൻ പറയുക. അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ആശംസിച്ചത് കേട്ടല്ലോ, VD സതീശന് നല്ലൊരു പ്രതിപക്ഷ നേതാവാകാൻ ഇനിയും പറ്റുമെന്നാണ് മുന്നോട്ട്. അല്ല, അതിനപ്പുറത്തേക്കുള്ള ആശംസയൊന്നും അദ്ദേഹം നേർന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം കളിക്കാം, സംശയമൊന്നുമില്ല. കേരളത്തിലെ ഉമ്മൻചാണ്ടി എന്ത് കരുത്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു. എപ്പോഴും രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു. ഭരണ തുടർച്ച പിണറായി വിജയന് കിട്ടിയപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് കോൺഗ്രസിന് കിട്ടിയത്. കാരണം രമേശ് ചെന്നിത്തലയാണ്, സംശയമൊന്നുമില്ല. റൈറ്റ്. അപ്പോൾ എന്തായാലും ഇന്നലെ മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ മൂന്നാമതൊരു പ്രതിപക്ഷ നേതാവിനെ കൂടി അന്വേഷിക്കേണ്ട അവസ്ഥയിലേക്ക് നവകേരള സദസ്സ് കോൺഗ്രസിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണ് ഡോക്ടർ ഷിജു ഖാൻ. അതിനെ ഒന്ന് വിശദീകരിച്ച് ഇപ്പോൾ ഇവിടെ കേട്ട വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഈ പ്രതിപക്ഷത്തെ യുവജന സംഘടനകളുടെയൊക്കെ സമരത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ഒന്നാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീകുമാർ ഇവിടെ പറഞ്ഞത് ധൂർത്തിനെതിരായിട്ട്, സർക്കാരിൻ്റെ ധൂർത്തിനെതിരായിട്ടാണ് ഈ സമരം എന്നാണ്. വാസ്തവത്തിൽ ഒരു സർക്കാർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളോട് പതിനായിരക്കണക്കിന് ഓരോ ദിവസത്തെ നിവേദനങ്ങൾ സമാഹരിച്ച് വികസനത്തെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമാഹരിച്ച് മുന്നോട്ട് പോയി ജനങ്ങളോട് സംവദിക്കുന്ന ഒരു പരിപാടിയെ ധൂർത്തെന്ന് വിശേഷിപ്പിച്ച് അതിനെതിരായിട്ട് ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെയും ഒന്നും അടയാളപ്പെടുത്തുമ്പോൾ അവർക്ക് നല്ല പേരായിരിക്കില്ല, സൽപ്പേരായിരിക്കില്ല ഉണ്ടാവുക എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചയിലും ഒരു നിയതമായ കാരണം പ്രതിപക്ഷത്തിനോ യൂത്ത് കോൺഗ്രസിനോ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് വ്യക്തമായിട്ട് വരികയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് UDFൻ്റെ ബഹിഷ്കരണത്തെ എന്തുകൊണ്ടാണ് കേരളം ഏറ്റെടുക്കാത്തത്? ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും രണ്ട് പ്രബലമായിട്ടുള്ള മുന്നണികളാണ് ഉള്ളത്. സ്വാഭാവികമായും UDFൻ്റെ ശക്തിയും അവരുടെ ഘടകകക്ഷികളുടെ ശക്തിയും കോൺഗ്രസിൻ്റെ ശക്തിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കപ്പെടാതെ പോയത്? ഇതൊരു ദുരവസ്ഥയാണ്, UDFനെ സംബന്ധിച്ചൊരു ദുരവസ്ഥയാണ്.
കാരണം UDF-നെ നയിക്കുന്ന കോൺഗ്രസ്സിനല്ലാതെ വാസ്തവത്തിൽ ആ ഘടക കക്ഷികളുടെ തന്നെ നിലപാടെന്താണ്, ഓരോ ഘടകകക്ഷിയുടെയും നിലപാടെന്താണ്? ഇനി ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാനെത്തിയത് ആരൊക്കെയാണ് ശ്രീകുമാർ? നമ്മളൊന്ന് ചർച്ച ചെയ്താൽ അറിയാമല്ലോ. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരുമകൻ ഹസീബ് സഖാഫി തങ്ങൾ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പിന്നീട് നേതാവും അതോടൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ള മലപ്പുറത്തെ PP ഇബ്രാഹിം മാസ്റ്റർ, DCC അംഗം കൂടിയായിട്ടുള്ള ശ്രീ AP മൊയ്തീൻ, എന്തിന് പത്തനംതിട്ടയിലെ DCCയുടെ മുൻ പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സജി ചാക്കോ, അതോടൊപ്പം DCCയുടെ മുൻ പ്രസിഡന്റ് പാലക്കാട്ടെ ശ്രീ AV ഗോപിനാഥ്, തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു DCC അംഗം കൂടിയായിട്ടുള്ള ശ്രീ ബിനു അടക്കം, ഇത് ഞാനിവിടെ വായിച്ചാൽ ഈ സമയം മതിയാവുകയില്ല. അതോടൊപ്പം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്ന ജനപ്രതിനിധികൾ, ജനനേതാക്കൾ, ഇവരൊക്കെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ബഹിഷ്കരണ ഭീഷണിയെ നിങ്ങളുടെ രാഷ്ട്രീയം പേറുന്നവർ പോലും സ്വീകരിക്കുന്നില്ല, എന്നിട്ടല്ലേ ജനങ്ങൾ സ്വീകരിക്കുക. എന്തിനാണിത് ബഹിഷ്കരിക്കുന്നതെന്നോ, എന്തിനാണ് ഈ നവകേരള സദസ്സിനെതിരായി സമരം നടത്തുന്നതെന്നോ, സ്വന്തം രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവരെ വിശ്വസിപ്പിക്കാൻ പോലും, അവരെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നേരിടുകയാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്? ശ്രീകുമാർ, നമ്മൾ കാണേണ്ടത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന വിമർശനങ്ങളും അതിനെ സംബന്ധിച്ച നിങ്ങളുടെ സമരങ്ങളും ഒന്നും പോലെയല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേരളത്തിൽ നിങ്ങൾ ഈ സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുമ്പോൾ, സഖാവ് പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വളർച്ച 8% വർദ്ധിച്ച കാലയളവ്, തനത് വരുമാനം 41% വർദ്ധിച്ചത്, ഏതാണ്ട് കിഫ്ബി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് 83,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ദേശീയപാത വികസനം, പലപ്പോഴായി നിന്നുപോയ ദേശീയപാത വികസനം ഈ ഗവൺമെൻറ് അതിനാവശ്യമായ നിലപാട് സ്വീകരിച്ച് 2025 ആകുമ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. ശ്രീകുമാർ, ഇന്ത്യയിൽ 5580.74 കോടി രൂപ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിച്ച മറ്റൊരു സംസ്ഥാനവുമില്ല, ഈ കേരളമാണ്. 25% തുക മാറ്റിവെച്ച് വികസന പ്രവർത്തനം നടത്തുകയാണ്. നിങ്ങൾക്ക് കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരിച്ച് 2024 കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു നാടായി കേരളം മാറാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഔട്ടർ റിംഗ് റോഡ്, അതോടൊപ്പം 6 വരി പാത, അതോടൊപ്പം വ്യവസായ രംഗത്തെ വലിയ ടൗൺഷിപ്പുകളൊക്കെ വരാൻ പോവുകയാണ്. പിന്നെ അതോടൊപ്പം കേരള സ്പേസ് പാർക്ക് പ്രോജക്റ്റ്, ബഹിരാകാശ വ്യോമയാന പ്രതിരോധ രംഗത്തെ വലിയ നിലയിലുള്ള അതിലധിഷ്ഠിതമായ വ്യവസായങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനം, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി, അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് അടക്കം പിന്നീട് വരുന്ന പുതിയ സംരംഭങ്ങൾ, അതോടൊപ്പം നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളം വഹിക്കുന്ന പങ്ക്, മലയോര ഹൈവേ. ശ്രീ ലാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മലയോര ഹൈവേ കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെയുള്ള 13 ജില്ലകളിൽ 1251 കിലോമീറ്റർ കടന്നു പോകുന്ന വലിയ പദ്ധതി, അതോടൊപ്പം പൂവാർ മുതൽ തിരുവനന്തപുരത്തെ പൂവാർ മുതൽ തലപ്പാടിക്കകത്ത് കുഞ്ചത്തൂരിൽ വരെ എത്തുന്ന തീരദേശ പാത, പിന്നെ അതോടൊപ്പം താമരശ്ശേരിയിലെ എത്രയോ പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ ആഗ്രഹം ആനക്കാംപോയിലെ മേപ്പാടിയിലെ പിന്നെ ഈ തുരങ്കപാത, ഇതെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട പിന്നെ വിമാനത്താവളം, ഇതെല്ലാം വികസനത്തെ തൊട്ടറിയാൻ അവസരം കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വികസന വിരുദ്ധരെന്ന് UDF മുദ്രകുത്തി വിമർശിച്ച ഇടതുപക്ഷമാണ് ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ പിന്നീട് ആ ഒരു സങ്കല്പത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് കേരളം കാണുകയല്ലേ. നിങ്ങളുടെ സമരത്തിൽ എന്തുകൊണ്ട് ആളില്ല? നിങ്ങൾക്ക് അവസാനം ഞാൻ കൺകൂടിയാം, അവസാനം നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ്സിന് എന്താണ് അവർ ചെയ്തത്? ആണിയടിച്ച പട്ടിക, അതോടൊപ്പം മുളവടി, കുപ്പി, കല്ല്, ഇതെല്ലാമാണ് നിങ്ങളുടെ സമരരൂപമായി മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സ് സഞ്ചരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ നിങ്ങൾക്ക് ആളെ കിട്ടില്ല.
നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ ഷൂസ് വലിച്ചെറിയുന്നത്. അങ്ങനെയെങ്കിലും ഈ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെ അതോടൊപ്പം ഈ ആണിയടിച്ച പട്ടികയൊക്കെ കൊണ്ടുവന്ന് ആളുകൾ പിന്നീട് ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ആളില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി, അപ്പോൾ ഈ നവകേരള സദസ്സ് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾക്കിതിൽ സഹകരിക്കാൻ പറ്റാത്തതിൽ തെറ്റുപറ്റി എന്നുണ്ടെങ്കിൽ ശ്രീകുമാർ നിങ്ങൾക്ക് തുറന്നു പറയാൻ ഇനിയും അവസരമുണ്ട്. ഇത് ഇത്രയധികം ജനസ്വീകാര്യത പിടിച്ചു പറ്റിയ നിങ്ങളുടെ MLA-മാരുള്ള മണ്ഡലം ഉണ്ടല്ലോ, ആ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കൾക്ക് പെട്ടെന്നൊരു മറുപടി പറഞ്ഞിട്ട് ഞാൻ വീണ്ടും താങ്കളിലേക്ക് വേണമെങ്കിൽ വരാം. ഈ ധൂർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സമരം ചെയ്യുന്ന രീതി എന്താണ്? നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞു കേട്ടില്ലേ? അതിനിപ്പോൾ SFI ആണെങ്കിലും പറയുന്ന പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ, ഞാൻ നിങ്ങളുടെ നിർഭാഗ്യം അല്ലെങ്കിൽ KSUവിൻ്റെ നിർഭാഗ്യം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. SFI ചെയ്ത സമരമാണ് ഇന്ന് ലോകത്തിന് മുന്നിലും കാണിക്കാൻ പറ്റുന്ന ഒരു സമരമായി, കേരളത്തിൻ്റെ ഒരു സമരമായി ഒക്കെ നിൽക്കുന്ന ഒരു സമരം എന്ന് നേരത്തെ ഡോക്ടർ ഷിജു ഖാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ മറ്റേ പട്ടികയും ആണിയും ഒക്കെ വെച്ചുള്ള സമരവും ഈ മുട്ടയ്ക്കകത്ത് എന്തൊരു പരിപാടിയാണത്, അതിനകത്ത് കുരുമുളകൊക്കെ നിറച്ചുള്ള പ്രയോഗങ്ങളും ഒക്കെ ഒരു സമരമാർഗമായി ആധുനിക കാലഘട്ടത്തിൽ KSU ഈ നവകേരള സദസ്സിൻ്റെ ഈ ധൂർത്ത് എവിടുന്നാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല. ആരും ധൂർത്ത് ഈ മാധ്യമങ്ങളൊക്കെ കിണഞ്ഞ് ശ്രമിച്ചിട്ടും കണ്ടില്ല. ഇന്നും പറയുന്നുണ്ടായിരുന്നു VD സതീശൻ ആർഭാട ബസ്സെന്ന്. ആ ബസ്സിൻ്റെ ആർഭാടം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഷൂ എടുത്തെറിയുക, ആരും ഓൺ ചെയ്യുന്നില്ല ആ കാര്യം. അതൊക്കെയാണോ ഈ ചർച്ചയിൽ പോലും കോൺഗ്രസിന് ചൂണ്ടിക്കാട്ടാനുള്ളത്? ശ്രീ N. ശ്രീകുമാർ. ഷിജു ഖാൻ ഗാന്ധിയൻ സമരരീതിയിലൂടെ SFI നടത്തുന്ന സമരത്തിലൂടെ വളർന്നു വന്ന ആളാണല്ലോ. ഇന്നലെ ചാലക്കുടിയിലെ പോലീസ് ജീപ്പ് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇന്ന് DYFIക്കാരൻ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആ ജീപ്പിന്റെ പടമൊക്കെ ഒന്ന് കൈകളിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും, ഷിജു ഖാനൊക്കെ ഒന്ന് കാണട്ടെ. അതാണ് അവരുടെ സമരരീതി. അതവിടെ നിൽക്കട്ടെ. കേരളത്തിലെ പോലീസിനെ കൊള്ളില്ല എന്ന് അവർ തന്നെ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അടി എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്ത നേതാക്കൾ എവിടെയാണ് എന്നാണ് എന്റെ ചോദ്യം. നമ്മൾ അതാണല്ലോ നോക്കേണ്ടത്. പിണറായി VD സതീശനെ എടുക്കും. ഞാനത് പറയട്ടെ. അപ്പൊ ഇപ്പൊ ശ്രീ ഷിജു ഖാൻ പറഞ്ഞത് ഇടനാഴി വരും, അതുപോലെ തന്നെ മലയോര ഹൈവേ വരും, ഇടനാഴി ഗംഭീരമാവെന്നൊക്കെ പറഞ്ഞു. ക്രിസ്തുമസ് ചന്തയിൽ നാഴി അരിയില്ല എൻ്റെ ഷിജു ഖാനെ. ഇന്ന് നമ്മുടെ CPIയുടെ മന്ത്രി പറയാണ് അത് എത്തുമെന്ന് പ്രതീക്ഷിക്കാന്ന്. ഏത് ക്രിസ്തുമസ് മറ്റന്നാളാ. നാഴി അരി കിട്ടാത്തവന് വേണ്ടിയാണോ ഇടനാഴി പണിയാൻ പോകുന്നത് എൻ്റെ ഷിജു ഖാനെ? അത് പോട്ടെ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ നമ്മുടെ RYFന്റെ ചുണക്കുട്ടികൾ ഇന്ന് സെക്രട്ടേറിയറ്റിൽ കടന്ന് സമരം ചെയ്തു, ഇത്രയും പോലീസ് സംവിധാനം ഉണ്ടായിട്ട്. അതൊക്കെ സമരവീര്യം എന്ന് പറയുന്നത്. അവിടെ പോയിട്ട് മുദ്രാവാക്യം വിളിച്ചോളൂ, അല്ലാണ്ട് അവിടെ തല്ലിപ്പൊളിച്ചില്ല. അവിടെ സമരവീര്യം. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചാൽ ഭയക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ഇന്ന് കേരളം കണ്ടില്ലേ? അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെയാണ് നവകേരള സദസ്സിലെ പ്രതിപക്ഷത്തിന്റെ വിജയം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് പ്രതിപക്ഷത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളല്ല. പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിപ്പിക്കാൻ അനുവദിക്കാതെ ടിയർ ഗ്യാസ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കുക കേരള ചരിത്രത്തിൽ ആദ്യം. ഞാനത് ജേക്കബ് ജോർജ് അത് പറയുന്ന വിചാരിച്ചാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് മുഴുവൻ പ്രസംഗവും പ്രസംഗിച്ചു. അല്ല, UDFന്റെ കാലത്ത് ടിയർ ഗ്യാസ് അല്ല, ഗ്രനേഡ് എറിഞ്ഞിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് P. ബിജുവിന്റെ പങ്കെടുക്കുന്ന സമരത്തിൽ വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ടിയർ ഗ്യാസ് അല്ല ഇവിടെ, പിന്നെ ഗ്രനേഡ് എറിഞ്ഞ് പിന്നെ പെൺകുട്ടികൾക്കടക്കം ഗുരുതരമായിട്ട് പരിക്ക് പറ്റി ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നിട്ടുണ്ട് UDFന്റെ ഭരണകാലത്ത്. അങ്ങ് മറന്നുപോരുത്. ശ്രീ N. ശ്രീകുമാർ, ആ കാലവും കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ SFIയുടെ സമരവും നമ്മൾ കണ്ടല്ലോ. ആ SFIയിൽ നിന്ന് ഇന്നത്തെ പുതിയ SFIയുടെ സമരവും നമ്മൾ കണ്ടല്ലോ. അത് കഴിഞ്ഞ് KSU ഇപ്പോ ഈ നവകേരള സദസ്സിനെ നേരിട്ടത് ഇങ്ങനെയാണോ? ഇതാണോ വേണ്ടത്? ഞാൻ ചോദിച്ചേ, ചാലക്കുടിയിലെ സമരം നില കണ്ടോ? ജീപ്പിന്റെ മുകളിൽ കയറുന്ന ജീപ്പ് തകർക്കുന്നത് കണ്ടോ? ആരുടെ ജീപ്പാ? നിങ്ങൾ അതിനെതിരെ എന്ത് ചെയ്തു? നിങ്ങൾ അതിനെതിരെ കാണിച്ചത് എന്താണ്? നിങ്ങൾ അതിനെതിരെ ഇന്ന് എന്താ ഇവിടെ കാണിച്ചത്? ഞങ്ങളോ ഞങ്ങളെ എന്താണ് ഡോക്ടർ ലാലി പറയുന്നത്? അവിടെ ചാലക്കുടിയിലെ SFI പ്രവർത്തകർ പോലീസ് ജീപ്പ് തകർത്തു. പിണറായി വിജയന്റെ ആഭ്യന്തര അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിനെതിരെ കേസുണ്ട്. ആ കേസ് അവിടെ ഡീൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ ഷിജു ഖാൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ ഗൺമാൻമാര് തല്ലിയപ്പോ ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചു, ഗൺമാൻ തല്ലിയില്ലേ? ഞാൻ കണ്ടില്ല, പക്ഷെ കോടതി കണ്ടു, കേസെടുത്തു.
ഈ ഗൺമാന്മാർ നാളെ എന്താ അവരുടെ അവസ്ഥ, കോടതി എന്താ തീരുമാനിക്കാൻ അറിയില്ല. ഇതൊക്കെ ഇപ്പൊ കണ്ടു നവകേരളത്തിൽ. നേരത്തെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞ ഒരു വാചകമുണ്ട്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടല്ല ഈ സമരങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ നടന്നത്. തിരുവനന്തപുരത്ത് നടന്ന സമരം സന്ദീപിന്റെ വീട്ടിലേക്കാണ്, അല്ലെങ്കിൽ ഗൺമാനെതിരെയുള്ള സമരമാണ്. ഇതൊക്കെയാണ് നവകേരള സദസ്സിന്റെ വിമർശന സമരങ്ങളായി ഇപ്പോൾ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. എന്റെ ഡോക്ടർ ലാലെ, ഒരു ദേശീയ പതാക പറപ്പിച്ചൊരു ബസ്സാണ് ഇവർ ഉപയോഗിച്ചത്, ആ ചോക്ലേറ്റ് ബസ്, മനസ്സിലായോ? ലിഫ്റ്റുള്ള ബസ്, കുളിമുറിയൊക്കെ ഉള്ള ബസ്. ആ ബസ് ഇവര് ഒരു ദേശീയ പതാക പറയട്ടെ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ട് ആ ബസ്സിന്റെ പിന്നാലെ വന്നവരെ അടിച്ച് നിരപ്പാക്കിയത് ഈ നാട്ടിലെ യുവാക്കളെയാണ്. അതാണ് കോടതി പറഞ്ഞത് കേസെടുക്കാൻ. പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞത് ഈ ത്രിവർണ്ണ പതാക പതപ്പിച്ചൊന്ന ബസിന്റെ മുമ്പിലിട്ട അടിച്ചത് കൊണ്ടാണ്. അത് പിണറായി വിജയൻ കണ്ടില്ല, പക്ഷെ കോടതി കണ്ടു. ത്രിവർണ്ണ പതാകയോട് ബഹുമാനമുണ്ടെങ്കിൽ ത്രിവർണ്ണ പതാക ഏന്തി വരുന്ന ബസ്സിനെ ഇങ്ങനെ അടിക്കുന്നത് ത്രിവർണ്ണ പതാകയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? കോൺഗ്രസ് അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ത്രിവർണ്ണ പതാക, ദേശീയ പതാക പറപ്പിച്ച ബസിന്റെ ഒപ്പം വന്നവരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച ബസിന്റെ ഒപ്പം എന്തിനു വന്നവരാണ്? ബസിന്റെ ഒപ്പം ചാടി വരുന്നു, ഷൂസ് എടുത്തെറിയുന്നു. ത്രിവർണ്ണ പതാകയുള്ള ബസ്സിനെതിരെ ഷൂസ് എറിഞ്ഞവരുടെ ഉദ്ദേശം അതിനെ എങ്ങനെ കാണണം? ഡോക്ടർ ലാൽ, ഇതൊക്കെ നമ്മൾ എത്ര ചർച്ച ചെയ്താണ്. ഒരു സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിച്ചവരെ പോലീസ് മാറ്റിയപ്പോഴാണല്ലോ ഗൺമാന്മാർ പോയിട്ട് ഉശിരി കാണിച്ചത്. അത് നാളെ കോടതി പറഞ്ഞാൽ മതി. ഈ ഷൂ എറിഞ്ഞപ്പോ കോടതിയിലെ സർക്കാർ വക്കീൽ പകച്ചു നിന്ന് ഒരു ഷൂ എറിഞ്ഞ ബസ്. ശ്രീകുമാർ, താങ്കളോട് ഈ ദൂർത്ത് താങ്കൾ എവിടുന്നാണ് കണ്ടുപിടിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. അല്ലെങ്കിൽ KSU ഈ നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പേ ബഹിഷ്കരിച്ചത് ദൂർത്ത് കൊണ്ടാണോ? ഈ നടക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ദൂർത്ത് മനസ്സിലായത്? ആലോചിച്ച് കണ്ടെത്തിയ ആർഭാട ബസ് എന്നുള്ളത് ഇന്നും ആരോ പറയുന്നുണ്ടായിരുന്നു. ഡോക്ടർ ലാലെ, ആ ബസ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ധൂർത്ത് എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഇങ്ങനെ ഒരു യാത്ര നടത്തിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഓരോ ജില്ലയിലും പിരിച്ചു ചെലവാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. എത്ര ചെലവായി എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നില്ല. ഇല്ല, ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാകുന്നതിന്റെ ഉത്തരം തീർച്ചയായും എന്നായാലും കിട്ടും. മറ്റത് ആളുകൾ മനസ്സറിഞ്ഞു കൊടുത്ത് പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ ഈ കുറ്റവിചാരണ സദസ്സിന് എത്ര പിരിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരില്ലേ? അല്ല, കുറ്റവിചാരണ സദസ്സ് എന്ന് പറയുന്ന സമര രീതിയാണ്. അത് വേറെ വ്യത്യാസമുണ്ട്. അതിന് പിരിച്ചിട്ടില്ലേ? അതിന് പിരിവില്ലേ? അതിനെന്ത് പിരിവ്? ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ പറഞ്ഞതല്ലേ? മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് കേരള. അതിന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന 50,000 വെച്ച് 140 പഞ്ചായത്തിലൊന്ന് നോക്കൂ, അതിൽ 41 മണ്ഡലങ്ങളിൽ നിന്നും ഇല്ല ആ 50,000. എത്ര? 4.5 ലക്ഷം രൂപയോ? ഈ 4.5 ലക്ഷമാണോ നിങ്ങൾ ദൂർത്തെന്ന് പറയുന്നത്? ഡോക്ടർ ലാൽ, ഇത്രയും ഈ ബസ് വന്ന വഴിക്ക് പൊളിച്ചിട്ട സ്കൂൾ മതിലുകളുണ്ടല്ലോ, അതൊക്കെ ഇനി കെട്ടാനുള്ള പണം ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കണ്ടേ? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്, പ്രതിപക്ഷമല്ല, ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ആണ് ഈ ധൂർത്ത് നടത്തുന്ന. ഈ ധൂർത്ത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ കാപ്പി കുടിച്ചു ചായ കുടിച്ചു എന്നുള്ളതല്ല. ഇല്ല, അതുകൊണ്ട് ധൂർത്ത് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളത്തിൽ നടക്കേണ്ട ഒരു കാര്യവും വികസന പരിപാടികൾക്ക് മുടക്കം വന്നിട്ടില്ല. എല്ലാം നടക്കുന്നുണ്ട്. പൈസ കേന്ദ്രം തരുന്നില്ല. അതാണ് ചോദിച്ചു വാങ്ങിക്കണം എന്ന് പറഞ്ഞത്. ഒരു സ്കൂളിന്റെ മതിൽ പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല മതിലാണ് നമുക്ക് ഇനി അവിടെ കെട്ടേണ്ടി വരിക. ഇന്ന് ഡോക്ടർ ലാൽ, സപ്ലൈകോയിൽ ജനത്തിന് കിട്ടുന്നില്ല ലാലെ. എന്താ നിങ്ങൾ ഈ പറയുന്നത്? അത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ടല്ലോ. അതിന്റെ സമരം എവിടെ നടന്നു? അതിന്റെ സമരം എവിടെ? യൂത്ത് കോൺഗ്രസ്സുകാർ ഷൂ എറിഞ്ഞത് സപ്ലൈകോയിലെ ഇതിന്റെ പ്രശ്നത്തിലാണോ? അപ്പൊ നവകേരള സദസ്സ് നിങ്ങൾ വിട്ടോ? അതിന്റെ ദൂർത്തൊക്കെ മതിയായോ? ഒരു ഗവൺമെന്റ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാതെ ബസ്സിൽ പോകുമ്പോൾ ആ ബസ്സിനെതിരെയാണ് പ്രതിഷേധം വരിക. അല്ലാണ്ട് സപ്ലൈകോയുടെ മുമ്പിൽ എന്താ പാവങ്ങൾ ഉദ്യോഗസ്ഥരുടെ മുമ്പിലാണോ? ഇല്ല, ഈ ജനങ്ങളുടെ പ്രശ്നത്തിനെതിരെ നിങ്ങൾ ഒരു സദസ്സ് ഈ നവംബർ 18 തൊട്ട് ഡിസംബർ 24 വരെയോ അല്ലെങ്കിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ നിങ്ങൾ എവിടെ പ്രഖ്യാപിച്ചു ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ? ഇനിയിപ്പോ കരിങ്കൊടിയൊക്കെ നാളെ തൊട്ടില്ലല്ലോ. നാളെ തൊട്ട് സമരവും തീർന്നില്ലേ? അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും പറയും. ഞാൻ കോൺഗ്രസിന്റെ പക്ഷപാതിയായ ഒരു പത്രപ്രവർത്തകനാണ്. പക്ഷപാതിയായ പത്രപ്രവർത്തകൻ. പാർട്ടി പരിപാടി പറയാൻ എനിക്ക് അധികാരമില്ല. അത് അവർ തീരുമാനിക്കും, പറയും. എനിക്ക് അധികാരമില്ല. ഞാൻ പറയുന്നല്ല, അവർ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും ഗവൺമെന്റിന്റെ ചെയ്തികളെ കുറിച്ചുമാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതെനിക്കൊരു പക്ഷമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ പക്ഷത്തിന് വേണ്ടി സംസാരിക്കും. ശരി, ഡോക്ടർ പ്രേംകുമാർ, ആ പക്ഷത്തിനോടുള്ള സ്നേഹം കൊണ്ട്
ആ നേതാക്കന്മാരുടെ ആവേശമൊന്നും ശ്രീ എൻ ശ്രീകുമാറിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അവർക്ക് ചിലപ്പോൾ തെറ്റുപറ്റുന്നുണ്ടാകും. വി ഡി സതീശന് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ കെ സുധാകരന് പറ്റിയ അബദ്ധങ്ങൾ അതൊക്കെ എൻ ശ്രീകുമാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അദ്ദേഹം ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരുടെ ഈ ആഗ്രഹങ്ങളൊക്കെ കോൺഗ്രസിന് നവകേരള സദസ്സ് കഴിയുമ്പോഴെങ്കിലും നിറവേറ്റി കൊടുക്കാൻ പറ്റുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എൻ ശ്രീകുമാറിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു കോൺഗ്രസ് പത്രപ്രവർത്തകൻ ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, മനസ്സിലാക്കാത്തതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിന്റെ എന്താ പറയുക വിഷമവും ബുദ്ധിമുട്ടും നിസ്സഹായതയും നമുക്ക് മനസ്സിലാവും. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ചാലക്കുടിയിൽ SFIക്കാർ പോലീസ് ജീപ്പിന് കല്ലെറിഞ്ഞിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്, ആർക്കാണ് സംശയം ശരിയാണെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഇവിടുന്നുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ, ബസ്സിന്റെ ടയറിന്റെ കാറ്റ് പോയിട്ടുണ്ടെന്ന പോലുള്ള ചെറിയ സാധനങ്ങൾ പറയുകയും സത്യത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തിന്റെ അടുത്തേക്ക് വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടർ ലാലും പുള്ളിയുടെ ആ ട്രിക്കിലേക്ക് വീണു പോകുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു തമാശ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നോക്കൂ, പിണറായി വിജയനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ സമരം നടത്തിയിരുന്നത്. ഇതപ്പോ വരുന്ന സ്ക്രോൾ എന്താണെന്ന് അറിയോ? കേരളത്തിന്റെ ചാർജുള്ള കോൺഗ്രസിന്റെ നേതാവ് താരിഖ് അൻവറിനെ മാറ്റി എന്നാണ്. ഇന്നലെയും മെനഞ്ഞാന്നും നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത് കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ലാവണമായ BJP എത്തിക്കാൻ വേണ്ട സഹായം എത്ര പെട്ടെന്ന് കോൺഗ്രസ് ചെയ്യുന്നുവോ അത്രയും നല്ലതാണ് ശ്രീകുമാറിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ ദിവസവും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം നടത്തുന്ന ഒരാളാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. ഇതാണ് സത്യം. ഇനി ഈ ശ്രീകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണെന്നേ ഇതിനകത്തുള്ള പ്രശ്നം. അതായത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കൂടി സംഘപരിവാറിന്റെ ദുർഭരണത്തിനെതിരെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന രീതികൾക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ദേശീയ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയമെങ്കിലും മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയമെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് ആക്കിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ്. അതായത് ഒരു ബേസും ഇല്ല. ഇപ്പൊ അവസാനം കോൺഗ്രസ് പറയുന്നത് ധൂർത്താണെന്നാണ്. കേരളീയം എന്ന് പറഞ്ഞിട്ട് 7 ദിവസം ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നിരുന്നു. അതും UDF ബഹിഷ്കരിച്ച് എന്ത് പറഞ്ഞിട്ടാണ്? ധൂർത്താണെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴാണ് അതിന്റെ കണക്ക് വന്നിരിക്കുന്നത്. മൊത്തം ചെലവായ സംഖ്യയേക്കാൾ എത്രയോ 10-40 ലക്ഷം രൂപ കൂടുതൽ സ്പോൺസർഷിപ്പിലൂടെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ചെലവായിട്ടില്ല എന്നുള്ളത്. ഇന്ന് രാത്രിയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് നവകേരള സദസ്സിന്റെ മുഴുവൻ കണക്ക് കിട്ടിയത്. കഴിഞ്ഞിട്ടില്ലല്ലോ സർ, കഴിഞ്ഞിട്ടല്ലേ കണക്ക് കിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ആളുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, കഴിഞ്ഞ 3 വർഷം കൊണ്ട് കോൺഗ്രസിൽ ഉണ്ടായ മാറ്റം എന്താ നോക്കൂ. നമ്മൾ പോലും CPMന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു നല്ല KPCC പ്രസിഡന്റ് എന്ന്. കെ സുധാകരനെ കാണുമ്പോൾ നമ്മൾ പോലും, ഇപ്പൊ ജേക്കബ് ജോർജ് പോലും ഇവിടുന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. കേരളം മുഴുവൻ ഇപ്പൊ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. VD സതീശനെ കാണുമ്പോൾ ഞാൻ പറയുന്നത് VD സതീശൻ നല്ല ഡയലോഗ് അടിക്കുന്ന ആളാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അവസാനം അദ്ദേഹം വെതറിംഗ് ഹൈറ്റ്സിനെ പറ്റി അരമണിക്കൂർ മനോഹരമായി സംസാരിക്കുന്നത്. ഗംഭീര ഡയലോഗാണ്. ഇന്നലെയും ഞാൻ അദ്ദേഹത്തിന്റെ ഡയലോഗ് എന്ന് പറയാം, അടിക്കടിയാണ്. ഇനി അങ്ങനെ ആക്കിക്കളിയും പറപ്പിക്കുന്നൊക്കെയായിരുന്നു. ഇന്നൊരു ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിയിട്ടേ ഉള്ളൂ, പച്ചവെള്ളം മേലെ വീണിട്ടേ ഉള്ളൂ. ഇവന്മാരെല്ലാവരും ഓടിപ്പോവുകയാണെന്നേ. അതായത് സമരത്തിന് തെരുവിൽ ഇറങ്ങുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാവും. ക്രൂരമായ വെടിവെപ്പൊന്നുമല്ല കൂത്തുപറമ്പിലെ പോലെ. ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുന്നു, വാട്ടർ കാനൺ ചീറ്റുന്നു. എന്താണ് നേതാക്കന്മാർ ചെയ്യേണ്ടത്? അവിടെ നിന്ന് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പിന്നെയും പ്രസംഗിക്കുകയാണോ, അത് അപ്പൊ തന്നെ കാറ് കയറി ആശുപത്രി കിടക്കുകയാണോ? കോൺഗ്രസ്സുകാർ മുഴുവൻ ഇന്ന് അതാണ് കാണിച്ചത്. നോക്കൂ നിങ്ങൾ, അവരുടെ അണികളിൽ അതുണ്ടാക്കുന്ന നിരാശ എത്രത്തോളമായിരിക്കുന്നുള്ളത്. ഷാഫി പറമ്പിൽ നല്ല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് കേരളം മുഴുവൻ ഇപ്പൊ പറയുന്നു. കാരണം അതിനുശേഷം വന്ന രാഹുൽ വ്യാജ വോട്ടർ ID കാർഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് അല്ല ഫേക്ക് ചെയ്തത്, വോട്ടർ ID ആണ് ഫേക്ക് ചെയ്തത്. പരാതി കൊടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അഭിജിത്ത് എന്നുള്ള KSUവിന്റെ പ്രസിഡന്റ് നല്ല പ്രസിഡന്റ് ആയിരുന്നു നമ്മൾ എല്ലാവരും ഇപ്പൊ പറയും. കാരണം അതിനുശേഷം വന്ന അലോഷി പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ടാൽ, അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് കേട്ടാൽ, ഇങ്ങനെയാണ് കോൺഗ്രസിന്റെ ചേഞ്ച് ഉണ്ടാവുന്നത്. തൊട്ട് മുമ്പുണ്ടായിരുന്ന ലീഡേഴ്സ് എല്ലാവരും നല്ലവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഈ ആളുകൾ മുഴുവൻ പോകുന്നത്. ഡയലോഗ് അടിക്കുക എന്നല്ലാതെ ഒരു കാര്യവും ഇവർക്ക് വേണ്ടിയോ നാടിന് വേണ്ടിയോ ചെയ്യാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിൽ. അതുകൊണ്ടാണ് പറയുന്നത് വെറും ഡയലോഗ് സതീശൻ എന്ന് പറയേണ്ടി വരുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് ആദരാഞ്ജലികൾ നേരേണ്ടി വരുന്നത് സങ്കടത്തോടെ, തികഞ്ഞ സങ്കടത്തോടെ. ശ്രീ ജേക്കബ് ജോർജ്, ഈ കാര്യത്തിൽ ഇനി നാളെ മുതൽ കേരളം അന്വേഷിക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം നവകേരള സദസ്സിന് ശേഷമുള്ള കേരളത്തിൽ എന്നുള്ളതാണ്. 2024 മുതൽ അങ്ങോട്ട് എങ്ങനെയാണെന്നാണ്. ഒരുപക്ഷെ 1 മാസത്തിന് മുൻപ് നമ്മൾ പ്രവചിച്ച
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയമല്ല ഒരുപക്ഷെ ഇന്നു മുതൽ കേരളത്തിൻ്റെ മനസ്സിലുള്ളത്. ആ രാഷ്ട്രീയത്തെ പഴയ CPM അല്ല, പഴയ ഇടതുപക്ഷമല്ല, അത് ഒരു മാസം മുമ്പുള്ള ഇടതുപക്ഷമല്ല. കോൺഗ്രസിനെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കണ്ടിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗ് എവിടെയാണെന്ന് കണ്ടു, UDFൻ്റെ മൊത്തം അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ കണ്ടു, BJPയും എവിടെ നിൽക്കുന്നു, അവർക്കുള്ള റോൾ എന്താണെന്നുള്ളതും നിയമത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അവർക്ക് എന്തെങ്കിലും റോളുണ്ടോ എന്നുള്ളതുമൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് കണ്ടു. നിയമത്തെ റോളും എനിക്ക് ഞാൻ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ശ്രീ ജേക്കബ് ജോർജ്, ലാല് പറയുന്നത് പോലെ, പ്രേംകുമാർ പറയുന്നത് പോലെ കോൺഗ്രസിനെ അങ്ങനെ എഴുതി തള്ളാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹമാണ്. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല, ഞാൻ അങ്ങനെ എഴുതി തള്ളുന്നില്ല. ആദരാഞ്ജലി അർപ്പിക്കാനും ഞാൻ തയ്യാറില്ല. കാരണം കേരളത്തിൽ വളരെ ശക്തമായ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നത് കോൺഗ്രസ് ഇവിടെ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ഒരു വശത്ത് CPMഉം മറുവശത്ത് കോൺഗ്രസും തമ്മിൽ പോരടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇവിടെ ഇല്ല. അതോർക്കണം ലാൽ. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഹിംസയുടെയും അധർമ്മത്തിൻ്റെയും രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കടകൾ തുറന്നു വെച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. ശ്രീ ജേക്കബ് ജോർജ്, വളരെ വിനയത്തോടു കൂടി താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, അതെന്തുകൊണ്ട് ഇവിടെ ഇല്ല? അത് ആര് മുൻകൈ എടുത്തിട്ടില്ല? കേരളത്തിലേക്ക് ആ ഉത്തരേന്ത്യൻ സംസ്കാരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ ഇടപെടുന്നത് ആര്? താങ്കൾ അത് കാണുന്നില്ലേ? അല്ലെ, അത് ഞാൻ പറയാം. അതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം ഒരു ശാക്തിക ചേരിയായിട്ട് രണ്ട് ചേരികൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അതിന് നടുക്കുകൂടി ഒരു ഇടമുണ്ടാക്കി വളരാൻ സംഘപരിവാറിന് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും ക്ഷയിച്ചുകൂടാ, കോൺഗ്രസ് ഒരിക്കലും ക്ഷീണിച്ചുകൂടാ. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഉയരണം എന്ന് തന്നെയാണ് എൻ്റെ ആശംസയും ആഗ്രഹവും എന്നുകൂടി ഞാൻ വെളിപ്പെടുത്താം. ശരി, ഡോക്ടർ ഷിജു ഖാൻ, അങ്ങനെയാണെങ്കിൽ ആ ആശംസയും ആഗ്രഹവും ഒക്കെ നടക്കുമോ? കോൺഗ്രസ് അങ്ങനെ തന്നെ നിന്ന് മുന്നോട്ട് പോയി നിങ്ങൾക്കിപ്പുറത്ത് ഈ ഫാസിസത്തെ എതിർക്കാൻ പറ്റുന്ന ഒരു സ്ഥിരം സംവിധാനമായി ഇതിങ്ങനെ നിൽക്കുമെന്ന് താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ? ഒന്ന്, കോൺഗ്രസിനകത്ത് വളരെ ശക്തമായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ബലപ്പെടുകയാണ്. ഇപ്പോൾ ശ്രീ കെ സുധാകരൻ്റെയൊക്കെ പ്രതികരണങ്ങൾ ഈ കേരളത്തിലെ ചാൻസലറുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. അതൊന്നും പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളല്ല. അദ്ദേഹം ദീർഘകാലമായിട്ട് താൻ BJPയിൽ പോകാൻ തീരുമാനിച്ചാൽ BJPയിലേക്ക് പോകുമെന്ന് തുടങ്ങിയ അനേകം സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ അതോടൊപ്പം പിന്നെ കാവൽ നിന്ന കാര്യം, പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ SFIയുടെ സമരത്തെക്കുറിച്ച് ശ്രീ പിന്നെ ശ്രീകുമാർ ഇവിടെ പറഞ്ഞല്ലോ. യഥാർത്ഥം ഇന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ട് ഈ ഗവർണറുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായി ഉയർന്നു വരുന്ന വലിയ സമരമാണ് കേരളത്തിൽ SFI സംഘടിപ്പിക്കുന്നത്. ആ സമരം സംഘടിപ്പിക്കാൻ നിയതമായ കാരണങ്ങളുണ്ട്. പക്ഷേ ശ്രീ സുധാകരനെ പോലുള്ള ആളുകൾ ഈ വലിയ കേരളത്തിലെ ചാൻസലർക്ക് മുന്നിൽ തലകുനിച്ച് പൂർണ്ണ വിധേയനായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം മെറിറ്റോറിയസ് ആയി ചെയ്യുന്നു എന്ന സന്ദേശം അദ്ദേഹം കൊടുക്കുകയാണ്. BJPക്കാരെയോ RSSകാരെയോ സംഘപരിവാറുകാരെയോ തിരികെ കയറ്റിയാൽ എന്തു കുറ്റം എന്ന നിലയിലേക്ക് ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സുധാകരൻ എന്ന് പറയുന്ന ഒരാളല്ല, കേരളത്തിലെ കോൺഗ്രസ് തന്നെ പടിപടിയായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കീഴടങ്ങുന്നു. ഇത് കറക്റ്റാണ്. അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ ഇവർക്ക് സമരമില്ല, ഇവർക്ക് സാമ്പത്തിക ഉപരോധം തീർക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി വിമർശനമില്ല, കുടിശ്ശിക തരാത്തതിനെതിരായി വിമർശനമില്ല, GST കോമ്പൻസേഷൻ തരാത്തതിനെതിരായിട്ട് കേന്ദ്രത്തോട് അവർക്ക് വിമർശനമില്ല. വിമർശനം എവിടെ? വിമർശനം ഇടതുപക്ഷത്തിനെതിരെ. എന്നാൽ BJPക്കെതിരായിട്ട് ഒരു വിമർശനവുമില്ല, ഒരു സമരവുമില്ല, ഒരു പ്രതിഷേധവുമില്ല. ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ വിലയിരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. യെസ്, നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ കേരളം മനസ്സിലാക്കുന്ന രാഷ്ട്രീയം എന്താണ്? കേരളം ഏത് രീതിയിലാണ് മാറിയിരിക്കുന്നത്? കേരളത്തിൻ്റെ ജനമനസ്സ് നവകേരള സദസ്സിനൊപ്പം നിന്നോ? ഇത് പരിശോധിക്കുമ്പോൾ എന്തൊക്കെ വിലയിരുത്തലുകളിലേക്ക് എത്തിയാലും, എന്തൊക്കെ കോൺഗ്രസും പ്രതിപക്ഷവും സമ്മതിച്ച് തന്നാലും അല്ലെങ്കിൽ അതിനെതിരെ തർക്കിച്ചു നിന്നാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷത്തെ
പല പാർട്ടികളും കോൺഗ്രസ് ഇതര കക്ഷികളും അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് ആ തീരുമാനം അറിയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ് എന്നാണ് ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ചയിൽ തിരിച്ചെത്താം. വളരെ നന്ദി ഇന്നത്തെ ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ JS ഷിജു ഖാൻ, ശ്രീ N ശ്രീകുമാർ, ശ്രീ ജേക്കബ് ജോർജ്, ഡോക്ടർ KP പ്രേംകുമാർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.